ഒരു മഴ പെയ്തപ്പോഴത്തിന് എല്ലാ ഭാഗവും ഉണ്ടാക്കിയിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയിപ്പിച്ചിട്ട് ഡാൻസ് ആടി പോണ രീതിയിൽ പോകേണ്ടേ റോഡിലൂടെ കുഴിയിൽ ചാടാതെ കാണേണ്ടേ റോഡൊരൽപ്പം കുഴികളിൽ ഞങ്ങൾ 1.5 സെന്റ് സ്ഥലം കൊടുത്തു. ഞങ്ങൾ 10 വെച്ച് ഞങ്ങൾ കിട്ടിയിട്ടില്ല. പൈസ വേണ്ട. പോകേണ്ടേ കുഴിയിലൂടെ തണ്ടലൊടിയാതെ കേൾക്കേണ്ടേ തള്ളുകൾ പലതും നിലയ്ക്കാതെ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടുള്ളൂ. അതിന് നമ്മൾ കൊടുത്തു. അത് കൊടുത്ത് നല്ലൊരു മതിൽ ഉണ്ടായിരുന്നു. അത് കൊത്തി പൊളിച്ചു. പിന്നെ ഈ ഒരു ഗേറ്റ് ഒരു വെച്ചു തന്നു. പിന്നെ അതിന് ബദലൊരു മതിലും ഒരു കെട്ടി തന്നു. അതുണ്ടായിരുന്നു. ഇതിൽ കുറെ കാര്യസ്ഥന്മാരും കുറെ മുതലാളിമാരും ഉണ്ടായിരുന്നു. പോകേണ്ടേ റോഡിലൂടെ കുഴിയിൽ ചാടാതെ കാണേണ്ടേ റോഡൊരൽപ്പം. ഈ റോഡിൽ സ്ഥലം കൊടുത്ത ആളുകൾ കഴുതുകളായി ഏത് പൊട്ടന്മാരത്ത് പണിയിട്ട് ഈ സൈഡ് കംപ്ലീറ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ടാണ് ഇതിന്റെ മേലെ വാർത്തത്. വളരെ കുറച്ച് നാളായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുള്ളത്. വളരെ മോശമായിട്ടാണ് ഇത് പണി നടന്നിട്ടുള്ളത്. എത്ര പൈസ പോലും ഞങ്ങൾക്ക് എടുത്തതാണ്. ഇപ്പൊ സ്ഥലത്ത് എടുത്തിട്ട് റോഡൊന്നും നന്നാക്കി തന്നതുമില്ല. പോകേണ്ടേ റോഡിലൂടെ കുഴിയിൽ ചാടാതെ കാണേണ്ടേ റോഡൊരൽപ്പം കുഴികളില്ലാതെ പോകേണ്ടേ കുഴിയിലൂടെ തണ്ടലൊടിയാതെ കേൾക്കേണ്ടേ തള്ളുകൾ പലതും നിലയ്ക്കാതെ. ഒരു സർവീസ് റോഡ് കണ്ടാൽ അതായത് ഇവിടുന്ന് നേരെ ഒരു ബൈപ്പാസ് ആയിട്ട് കൊടുത്തേക്കുക. ഈ ബൈപ്പാസിന്റെ റോഡിൽ പോകുന്ന വണ്ടികളുടെ വലുപ്പം കണ്ടെങ്കിൽ വലിയ കണ്ടെയ്നറും കാര്യങ്ങളും പോകില്ല. പോരാ തന്നെ റോഡിന്റെ ടാറിങ് തന്നെ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ടാറിങ് ആണ്. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഒരു വെള്ളം വരുമ്പോൾ വെള്ളം അടി കൂടെ റോഡിന്റെ ടാറിന്റെ അടി കൂടെ വെള്ളം പോകും. നടക്കുമ്പോൾ ഏതാണ്ട് പഞ്ഞിന് വെള്ളം നടക്കുന്ന പോലെയാണ്. അത്രയ്ക്ക് മോശപ്പെട്ട ടാറിങ്ങും പോരാ തന്നെ ആ റോഡ് കൂടെ ആണെന്നുണ്ടെങ്കിൽ നിത്യേന വണ്ടികളും ഒരു നല്ല രീതിയിൽ ടാറിയില്ല. പിന്നെ എങ്ങനെ ഈ റോഡ് കൂടെ പോവാ? ഒരു വണ്ടി പോയി ആ ഒരു അവിടെ 2-3 കുഴികളുണ്ട്. ആ കുഴികളിൽ വീണ് കഴിഞ്ഞാല് ഒരു സൈഡ് പൊന്തി പോവാ വണ്ടി. വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ അതിന് മാത്രം മെയിൻ്റെനൻസ് വരുന്നത്. ലീഫ് പൊട്ടുക. നമ്മൾ സ്ഥിര യാത്രക്കാരാ. നിത്യേന രാവിലെ വൈകിട്ട് ഈ റോഡ് കൂടെ തന്നെ യാത്ര ചെയ്യുന്നത്. മടുത്തിട്ടുണ്ട് ഈ റോഡിന്റെ അനാസ്ഥ കാരണം. മനുഷ്യന്മാർക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഈ റോഡിന്റെ അവസ്ഥ ഉള്ളത്. ഇതിലുള്ള ഈ മുമ്പ് നടന്ന എന്തൊക്കെയോ പർപ്പസിലുള്ള വർക്കിങ്ങിന്റെ പാച്ച് വർക്ക് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് ഈ റോഡ് ഇത്രയും പെട്ടെന്ന് എന്തായിട്ടുള്ളത് കംപ്ലൈന്റ് ആയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അപകട സാധ്യത തന്നെ അവിടെ ഉള്ളത്. ഇപ്പൊ മോട്ടോർ സൈക്കിൾ അവിടെ വീലിറങ്ങുന്ന തരത്തിലുള്ള ഏകദേശം 2 അടി 3 അടി താഴ്ചയുള്ള കുഴികളുണ്ട് അവിടെ. അപകട സാധ്യത കൂടുതലാണ്. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട ആളുകൾ ഇതിന് എടുക്കേണ്ടതാണ്. ശരിക്ക് ഇതിങ്ങനെ ആളുകൾ പറഞ്ഞ് അഭിപ്രായപ്പെട്ട് അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. പെട്ടെന്ന് തീർത്താൽ അത്രയും അപകടങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് അത്രയും സൗകര്യപ്രദമായ റോഡാണിത് ബൈപ്പാസ് ഈ ഒരു കട്ടിങ്. പക്ഷെ ഇതിന് വേണ്ട പോലെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നതിൽ യാതൊരു സംശയം. ഞങ്ങളുടെ റോഡ് ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടി ഞങ്ങൾ 1.5 സെന്റ് സ്ഥലം കൊടുത്തു. ഞങ്ങൾ 10 വെച്ച് ഞങ്ങൾ കിട്ടിയിട്ടില്ല. പൈസ വേണ്ട. ഞങ്ങൾ നടക്കാൻ വേണ്ടി എന്റെ വീട് കട്ടന്നെ കോട്ടേജ് കണ്ണരിയാണ്. അങ്ങോട്ട് കൂടി ഇപ്പൊ പോകാൻ തീർത്തില്ല. ഭയങ്കര പ്രശ്നം, ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്ന് പള്ളിക്ക് പാക പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ കളിയച്ചിട്ട് പോകണില്ല. സുഖമില്ലാത്ത ആളാണ്. ആള് പിന്നെ അതിൽ ഇറങ്ങൂല. ആളിന് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ. സംഭവം ഈ കുഴിയിലൊക്കെ ചാടുകയാണ്. വണ്ടി ചാടുകയാണ് ഈ കുഴിയിലൊക്കെ. എന്താ വലിയ വലിയ വണ്ടിയൊക്കെ ഇതിൽ പോണതേ. ഇന്നന്ന് വണ്ടി കുറവാണ്. ഇന്ന് ഞായറാഴ്ച അല്ലേ. നമ്മുടെ മൂച്ചിക്കൽ കരിങ്കല്ലത്താണി ബൈപ്പാസിന്റെ ഒരു ശോചനാവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ ചുറ്റുപുറത്ത് ഈ കാണുന്ന വീടുകൾ ഉള്ള എല്ലാവരും സ്വന്തം സ്ഥലം 1 രൂപ പോലും മേടിക്കാതെ വിട്ടുകൊടുത്തിട്ട് ചെയ്തൊരു വർക്കാണിത്. 2 വർഷം തികഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈഡ് കംപ്ലീറ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ടാണ് ഇതിന്റെ മേലെ വാർത്തത്. അതിന്റെ സ്ഥിതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-35 വർഷക്കാലം ഈ റോഡ് കോൺക്രീറ്റ് ആയിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന്റെ മേലെ ധാറ് കൊടുത്തിട്ടു. ആ ധാറൊക്കെ പിന്നെ ധാരിങ്ങൊക്കെ പാടി പൊരിച്ചു പോയി. ഇപ്പൊ ഈ റോഡ് പിന്നെ വല്ല തോണി പോണ മാതിരിയാ വണ്ടികൾ പോണത്. അത് ഇവിടുന്ന് എല്ലാവർക്കും കണ്ടാലറിയാം. ഇത് മുനിസിപ്പാലിറ്റി എന്താണ് ഇതിന് പിന്നെ ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കാത്തത് എന്നും മനസ്സിലാവണില്ല. ഇപ്പൊ ഈ ബൈപ്പാസ് കൂടി വരുന്ന പിന്നെ 6 വരപ്പാതയിൽ കൂടി വരുന്ന പട്ടാമ്പിക്കോണ വണ്ടികളൊക്കെ ഇപ്പൊ ജനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഒരു ആഴ്ച മുന്നേ ഒരു ഫാമിലി ആ കുണ്ടിച്ചാടി. അപ്പൊ ഞാൻ സാക്ഷിയാണ്. ആ പിന്നെ അവരെ ഞാനും വേറെ ആളും കൂടിയിട്ടാണ് എടുത്തു ഇതാക്കിയത്. ഒരു ദിവസം 8 പ്രാവശ്യം ഞാൻ ഈ റോഡ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ
ഇതിന്റെ സ്ഥിതിഗതികൾ നല്ല അറിഞ്ഞതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ ബന്ധപ്പെട്ട് ഇത് പെട്ടെന്നൊന്ന് ശരിയാക്കുക. പിന്നെ റോഡ് പണി എടുക്കുന്ന കോൺട്രാക്ട്, പിന്നെ പാച്ച് വർക്ക് ചെയ്യണത് KNRC എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം കാണുക. എത്രയും പെട്ടെന്ന് റോഡൊന്ന് റെഡിയാക്കി കൊടുക്കുക. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കാൻ പറ്റ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനെ ഇറങ്ങാൻ പറ്റ എത്താൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഇത്രയും തല ഉണ്ടായിട്ടുള്ളൂ. അതിന് നമ്മൾ കൊടുത്തു. അത് കൊടുത്ത് നല്ലൊരു മതിൽ ഉണ്ടായില്ല, അത് കൊത്തി പൊളിച്ചു. പിന്നെ ഈ ഒരു ഗേറ്റ് ഒരു വെച്ചു തന്നു. പിന്നെ അതിന് ഒരു മതിലും ഒരു കെട്ടി തന്നു. അതുണ്ടായിരുന്നു. ഇതിൽ കുറെ കാര്യസ്ഥന്മാരും കുറെ മുതലാളിമാരും ഉണ്ടായിരുന്നു. ഓരോ മുമ്പിൽ ഇറങ്ങുമ്പോ നമ്മക്ക് ഇറങ്ങാൻ പറ്റല്ലോ. തീരെ റോട്ടിൽ കണ്ടിറങ്ങാൻ വെച്ച അതോ നിമട്ടിപ്പാടല്ല. എന്റെ മാപ്പിളയും മക്കളും ഇല്ലാത്ത ആൾക്കാരാ. അപ്പൊ വാഴ ഇനി ഇറങ്ങാനോ ഇഷ്ടാനോ തലയില്ലാത്ത നമ്മള്. എന്നാലും വേണ്ടിയില്ല, നമ്മളെ റോഡ് നേരായിട്ട് പഞ്ചായത്തിലേക്കുള്ളതല്ലേ, ഇനി വിചാരിച്ചിട്ട് മുനിസിപ്പാലിറ്റിക്കുള്ളതല്ലേ. ഇപ്പൊ വിചാരിച്ചു എല്ലാരും കൊടുക്കുമ്പോലെ കൊടുത്തു. ഇപ്പൊ ഇറങ്ങാൻ ഇത് കണ്ടില്ലേ റോഡിന്റെ ഓരോ. അത് അന്ന് ആ നല്ലമ്പോലെ പണിയെടുക്കാന്നുണ്ടെങ്കിൽ ഈ കോലം വരൂല. ഇട്ടുങ്ങാണ്ടാണ് അത് പോയി. പറയാതെ ഞങ്ങക്ക് നടക്കാൻ വയ്യ, വാഹനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വയ്യ. സൈഡിൽ കൂടെ പോകുമ്പോ മേലൊക്കെ കയറും. ഒക്കെ തന്നെ പറയാൻ ഓരോരോ എത്ര പൈസ പോലും ഞങ്ങൾക്ക് എടുത്തതാണ്. ഇപ്പൊ ഈ സ്ഥലമൊക്കെ എടുത്തിട്ട് റോഡൊന്നും നന്നാക്കി തന്നതുമില്ല. സ്ഥലമൊക്കെ എടുത്തുകാണ്ട് 5 പൈസ തരാതെ ഒരു സ്ഥലം എടുത്തു. എന്നിട്ട് പൊട്ടിപ്പോയി റോഡ് ഉണ്ടാക്കി വെച്ചോര് പോയി. എത്ര സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്? ഞങ്ങള് 2 സെന്റൊക്കെ ഉണ്ടാവും. 5 രോഗികളാണ് ഈ വീട്ടിൽ. 5 പൈസ അവര് തന്നില്ല. ഞങ്ങൾ സ്ഥലം വെറുതെ എടുത്തുകാണ്ട് ഇങ്ങനത്തെ റോഡ് ഉണ്ടാക്കി വെച്ചോര് മാറിപ്പോയി. തന്നെ പറയാനുള്ളത്. ഇപ്പൊ വഴി അടക്കാനും വയ്യ, കുട്ടികൾക്ക് പുറത്തിറങ്ങാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥ. കാലപ്പഴക്കം വന്നിട്ടും കൂടിയില്ല. അങ്ങനത്തേതായ ഒരു റോഡാണ്. ഒരു മഴ പെയ്തപ്പോഴത്തേന് എല്ലാ ഭാഗവും ഉണ്ടാക്കിയിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയിപ്പിച്ചിട്ട് ഡാൻസ് ആടി പോണ രീതിയിൽ ഇങ്ങനെ വാഹനങ്ങൾ അതിൽ വെള്ളത്തിൽ ചാടുക. എന്നിട്ട് അടുത്തു കൂടെ പോണവന്റെ തുണിയിലും ദേഹത്തിലും ആണെങ്കിൽ ദയയില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ സാധാരണഗതിയിൽ അല്ലാത്ത ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് എന്താ വെച്ചാൽ അനുഭവിക്കാനുള്ള എന്നുള്ള രീതിയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അതന്നെ. റോഡിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഈ റോഡിൽ സ്ഥലം കൊടുത്ത ആളുകൾ കഴുതകളായിരിക്കും. കാരണം ഫ്രീ ആയിട്ടാണ് ഇവിടെ സ്ഥലം വിട്ടു കൊടുത്തത്. ആദ്യം ഉണ്ടായിരുന്ന റോഡ് ചെറിയ റോഡായിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ സ്ഥലം കൊടുത്തതിന് ശേഷം ഹെവി വെഹിക്കിൾ ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ടച്ച് ചെയ്യാതെ ഈ റോഡിൽ കൂടെ മൂച്ചിക്കിലോട്ട് കയറാണ്. അതുപോലെ മൂച്ചിക്കുന്ന് പട്ടാമ്പി പാലക്കാട് ബൈക്ക് പോകേണ്ട വണ്ടികൾ വളാഞ്ചേരി ടച്ച് ചെയ്യാതെ ഈ റോട്ടിൽ കൂടെ വന്നിട്ട് പിന്നെ പട്ടാമ്പി റോട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹെവി വണ്ടികൾ പോകുന്നത് കാരണമാണ് ഈ റോഡ് ഇങ്ങനെ ആയത്. അവർ നേരാക്കാം മഴ പോട്ടെ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എന്ന് മഴ പോകുന്നു വിചാരിച്ചിട്ട് ഈ ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടുന്നു. ചില ആളുകൾ ഇവിടെ ഫാമിലി ആയിട്ട് സ്കൂട്ടിയും വന്നിട്ട് അവിടെ വീണിട്ട് ആ ഭാഗത്ത് വീണിട്ട് 2 പ്രാവശ്യം 2 സ്ത്രീകൾ അവിടെ വീണു. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണത്. അപ്പൊ ഗവൺമെന്റ് അതിന് വേണ്ടുന്ന നടപടി പെട്ടെന്ന് തന്നെ എടുക്കുക, വേണ്ടുന്ന പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക. അതല്ലെങ്കിൽ ഈ റോഡിൽ കൂടെ വരുന്ന ഹെവി വണ്ടികൾ സ്റ്റോപ്പാക്കുക. 2 ഭാഗത്തും പോലീസുകൾ നിർത്തിയിട്ട് എങ്ങനെ വെച്ചാൽ അത് സ്റ്റോപ്പാക്കിയിട്ട് ഹെവി വണ്ടികൾ ഒരിക്കലും ഇതിൽ വിടാത്ത ഒരു ലെവലിൽ കൊണ്ടുവരാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ വരില്ല. വളരെ മോശപ്പെട്ടവർ. കാരണം ഈ സൈഡ് ഉണ്ടല്ലോ ഒരുപോലെ കെട്ടിയിട്ടുണ്ടല്ലോ, ഇന്നത്തെ മാതിരി അടച്ചു വരില്ല. ഇപ്പൊ 2 ദിവസം മുന്നേ അദ്ദേഹം വരുന്ന സമയത്ത് ലേഡീസ് പെൺകുട്ടി മറ്റേ മതി അവിടെ ആ ഭാഗത്താക്കുള്ളിൽ ചാടി അതിന്റെ തൊട്ട് ബാക്കിങ്ങാണ്. അത്രക്ക് ഏത് പൊട്ടന്മാരത് പണിയിട്ട് തമാശല്ലോ. അതല്ല ഈ സർക്കാരിന്റെ കായ് പറ്റിക്കും. അതല്ലാണ്ട് ഒന്ന് ആലോചിച്ച ഒരേ അടിച്ച് ഒരേ മതിൽ ഒരേ ഇതായി കൊടുക്കേണ്ട സമയത്ത് അവ ഒരു ഭാഗം മാത്രം ഉയർത്തിക്കുക. വർഷം വന്നു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വേനല് പിന്നെ വർഷം പറഞ്ഞ 6 മാസം ശരിക്കും മഴ പെയ്യുന്ന സമയം ശരിക്ക് അത് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കത് ഇതാവും. ഈ റോഡ് എന്ന് പറഞ്ഞാല് ഭയങ്കര ബ്ലോക്കാണ്. എപ്പോ നോക്കിയാലും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. ആകെ കച്ചറായിട്ട് ഭയങ്കര കുഴികളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 6 വരിപ്പാത തുറന്നപ്പോ ഒരുവിധമുള്ള വണ്ടികളൊക്കെ പിന്നെ ഓണിയപ്പാലം വഴിയാണ് വരുന്നത്. അത് കാരണം ഇപ്പൊ ആകെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കച്ചറായി കിടക്കുന്ന റോഡ്. ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ റോഡാണ്. ഒരു 1.5 വർഷത്തോളമായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ര ഹെവി വണ്ടികൾ പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഈ റോഡിന്.
അതിപ്പോ നമ്മളിത് പുതിയതായിട്ട് ഉണ്ടാക്കിയ പഴയത് റോഡിന്റെ സെന്റർ കൂടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് സൈഡൊക്കെ പുതിയ റോഡാണ്. പുതിയ റോഡ് എങ്ങനെയായാലും ഹെവി വണ്ടി ഉടനെ കയറുമ്പോ എങ്ങനെയായാലും കംപ്ലൈന്റുകൾ വരും. ഇപ്പൊ ഇതിലൊക്കെ ഇതിലൂടെ പോണ ടോറസ് വണ്ടികള്, അതേപോലെ ലിമിറ്റ് സ്റ്റോപ്പ് അവിടെ ജാമായിട്ട് വരും. അതിന് നിയന്ത്രണം വരുത്തുക. എന്റെ അഭിപ്രായത്തിൽ ആ ഈ ടെൻഷനിൽ തിരക്കുള്ള സമയത്ത് പോലീസ് വന്ന് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നാട്ടുകാര് നിയന്ത്രിക്കുക. പിന്നെ ഇതില് ഗൂഗിൾ മാപ്പിൽ കാണുന്നത് ഈ റോഡ് BSNL ബൈപ്പാസ് എന്നിട്ട് കാണിക്കുക. BSNL റോഡ് കണ്ടിട്ട് അതിൽ കൂടെ കട്ട് ചെയ്യുന്നു. ഇപ്പൊ രാത്രി കാലങ്ങളൊക്കെ കാണാം ഹൈ സ്പീഡിൽ വണ്ടികൾ വന്നിട്ട് കോഴിക്കട അവിടത്തെയാണ് റിവേഴ്സ് പോന്നിട്ട് ഇങ്ങോട്ടന്നെ കയറുന്നത്. അപ്പൊ നോക്കുമ്പോ അത് സംഗതി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മാപ്പിൽ അങ്ങനെ റോഡ് കണ്ടിട്ട്. അപ്പൊ രാത്രി കണ്ടമാനം വണ്ടികൾ പോകുന്നുണ്ട്. ടോറസ് ഹെവി വണ്ടികളെ കൂടുതൽ പോണത്. അത് കാരണം ചെറിയ വണ്ടികൾക്ക് ഇതിവിടെ കടക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു അവസ്ഥയുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് റോഡിന്റെ നിർമ്മാണത്തിൽ വന്ന പാളിച്ച അങ്ങോട്ട് ഇങ്ങോട്ട് അതുമക്ക് പോവാതെ ഇതൊരു പുതിയ റോഡാണ്, അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഉള്ളൂ, അതിനുള്ള വാഹനങ്ങൾ കയറുക. ഇനി അടുത്ത സ്റ്റെപ്പില് റോഡൊന്ന് സ്ട്രോങ് ആയി ഉണ്ടാക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം. പിന്നെ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഷോർട്ട് കട്ട്. ഈ റോഡ് വളരെ കുറച്ച് നാളായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുള്ളത്. വളരെ മോശമായിട്ടാണ് ഇത് പണി നടന്നിട്ടുള്ളത്. ഇപ്പൊ അത് കുണ്ടും കുഴിയായിട്ട് നടക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിന്റെ ഗതി. പഞ്ചായത്തിന്റെയും പിന്നെ കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞുള്ള അവരുടെ അനാസ്ഥ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ മോശമാണ് വർക്ക്. കണ്ട ഓരോ കുഴി കണ്ട, നിങ്ങൾക്ക് കണ്ടാലും അറിയില്ല. ഇതിലപ്പുറം ഞാൻ എന്താ പറയാനുള്ളത്, എന്താ ചെയ്യാനുള്ളത്? റോഡിനെ കുറിച്ച് വളരെ മോശമാണ്. ഇത് മഴക്കാലത്താണ് ഇത് റീടാറിങ് വന്നത്. അതന്നെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. മഴ സമയത്ത് റീടാച്ച് വളരെ മോശമാണ്. കാരണം വണ്ടികൾ പോകുമ്പോൾ തള്ളിപ്പോരും. അത് പറഞ്ഞാൽ അവര് നിഷേധിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. ഇപ്പോ ഇനി വെള്ളം കഴിഞ്ഞതിന് ശേഷം അത് ഒന്ന് പൊന്തിക്കണം. റോഡ് പൊന്തിയാലാണ് ഈ വെള്ളം ശരിക്കും പോവുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. എത്ര വണ്ടികൾ ഇവിടെ മറിയുന്നുണ്ട് അറിയോ? വളരെയധികം വണ്ടികൾ ഇവിടെ മറിയുന്നു. രാത്രിയൊക്കെ വരുമ്പോൾ വലിയ പ്രയാസമാണിത്. അപ്പൊ അത് വലിയൊരു വിഷയമാണിത് കേട്ടോ. റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് വളരെ മോശം ശോചനീയാവസ്ഥയിലാണ്. പിന്നെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞ് ഒരുപാട് ആൾക്കാർ പരിക്കെറ്റി. പിന്നെ ബൈക്കുകൾ സ്ഥിരമായിട്ട് മറിഞ്ഞ്, പിന്നെ ദമ്പതികളൊക്കെ പോണ ബൈക്കുകളൊക്കെ സ്ഥിരമായിട്ട് മറിഞ്ഞിട്ട് ഇവിടെ കുറെ ആൾക്കാർക്ക് പരിപ്പറ്റിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമാണ് ഇന്നത്തെ അവസ്ഥ. മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കേണ്ട വേണം, എന്നാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഇത് പോണത്. മൊത്തം ഈ റോഡ് മൊത്തം ആകെ പിന്നെ പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പൊ അത് വളരെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്ന് റോഡ് ഈ റോഡ് ഇത് നന്നാക്കിയാൽ ഏറ്റവും നല്ല സൗകര്യമുള്ള റോഡാണ്. പക്ഷെ ഈ റോഡ് ഈ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു മാസമാകുമ്പോഴത്തേന് മനുഷ്യന്മാർക്ക് പോലും നടക്കാൻ പറ്റില്ല. അതിനവസ്ഥ. പോകേണ്ടേ റോഡിലൂടെ കുഴിയിൽ ചാടാതെ, കാണേണ്ടേ റോഡൊരൽപ്പം കുഴികളില്ലാതെ.